ഇതാ ഞാൻ ചട്ടി വെച്ച് എണ്ണ എല്ലാം ചൂടായിട്ടുണ്ട് കാണൂലേ. എണ്ണ എല്ലാം ചൂടായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഈ 2 സവാള അത് ഇതിലിടാം. നമുക്ക് ഈ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം ഒന്ന് വൈകിട്ട് ഇട്ടട്ടെ. നല്ലോണം ഒന്ന് ചോക്ക വറക്കണം കേട്ടോ. ചോക്ക ആവണം. എല്ലാം മൂക്കട്ടെ. അങ്ങനെ ഇത് ചോണക്കുന്ന കേട്ടോ. ഉള്ളി ചോണക്കുന്ന. ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ്. വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇതിലിട്ട് കൊടുത്ത് നല്ലോണം അതൊന്ന് ശരിയാവട്ടെ കേട്ടോ. കുറച്ച് വേവാനുള്ളൂ, കൂടുതലാക്കണ്ട. ഇത് നമ്മൾ ചുവന്നുള്ളിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ ഇതങ്ങ് കരിഞ്ഞ് പറ്റിപ്പോവും. അതുകൊണ്ട് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് വറുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെച്ച ശേഷം നടുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ ഒന്നായിട്ട് കൂട്ടി ഇളക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് വേണ്ടത് ലേശം ചുവന്ന മുളക് പൊടിയാണ്. ചുവന്ന മുളക് പൊടിയാണ് കേട്ടോ. അത് ഇതാ വറുക്കാത്ത മുളക് പൊടി അതിനെക്കൊണ്ട് ഞാനത് നടുക്കൊന്ന് ഇട്ടെടുത്തിട്ട് ചെറുങ്ങനെ ഒന്ന് വറുത്തെടുക്കുകയാണ്. ചെറുങ്ങനെ ഇതേപോലെ തന്നെ ഇതിൻ്റെ നടുക്ക് വെച്ചിട്ടൊന്ന് ചൂടാക്കി വറുക്കുക കേട്ടോ. ചെറുങ്ങനെ ആയാൽ മതി. ഇനി ഇതാ ഇതിലേക്കൊരു 4 തക്കാളി ഉപ്പുമാണ് കേട്ടോ. തക്കാളി ഉപ്പും കൂടെ ഇതിലിട്ട് കൊടുക്കുക. ഇതിൽ കഴിഞ്ഞതോടെ നല്ലോണം ഒന്ന് വെന്ത് തക്കാളി ഒന്ന് ഉടങ്ങിയിട്ട് കേട്ടോ. തക്കാളി ഒന്ന് നല്ലോണം ഉടഞ്ഞ് വേവട്ടെ. എന്നിട്ട് നമുക്ക് അതിന് ബാക്കിയുള്ള ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇതാ ഒരു 3 ഉരുളക്കിഴങ്ങ് കഴുകി മുറിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ തക്കാളി ഒടിയുമ്പോഴത്തേന് ഒരു വെന്തിട്ടട്ടെ. ഇതാ തക്കാളിയൊക്കെ കുറച്ച് വെന്ത് ശരിയായി കിട്ടിയിട്ടുണ്ട്. ബാക്കി തക്കാളിയൊക്കെ ഫുള്ള് ഒടിക്കും. ഇതാ നമ്മളിത് ഉരുളക്കിഴങ്ങ് വേകുമ്പോഴത്തേന് ഇത് മീൻകറി വെക്കാനാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇട്ട് മീൻകറി നിങ്ങൾ ആരെങ്കിലും വെച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. നല്ല ടേസ്റ്റാണ് വെച്ചാൽ കേട്ടോ. നല്ല ടേസ്റ്റ് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കുക. ഇതിൽ മസാലപ്പൊടിയൊക്കെ ഇനി ഇടാനുണ്ട് കേട്ടോ. അത് വെറും മുളക് മാത്രമേ ഉള്ളൂ. നമുക്ക് മസാലപ്പൊടിയൊക്കെ ഇടാനുണ്ട്. ജീരകം മസാലപ്പൊടിയൊക്കെ ഇതിൽ കിടന്നൊന്ന് വേവട്ടെ. ഇച്ചിരി ചുടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കുക. അടിയിൽ വറ്റിപ്പോണ്ട. ചുടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. തക്കാളിയൊക്കെ നല്ലോണം വെന്ത് ഉടങ്ങിക്കിന്. ഇതിൽ കിടന്നിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് നല്ലോണം ഒന്ന് വെന്തിട്ടെ വേവട്ടെ. നമുക്കൊന്ന് തുറന്നു നോക്കാം. തുറന്നു നോക്കാം. ഇരുമ്പ് ചട്ടിയിൽ വെച്ചാലേ തിളക്കണ വെച്ച കേട്ടോ. ഭയങ്കര ചൂടായി ഇരുമ്പ് ചട്ടിക്ക്. ഇങ്ങനെ ഭയങ്കര തിളച്ചങ്ങ് വെന്തോളൂ. നമുക്കിതില് പുളിവെള്ളം ഒഴിക്കാണ്ട് കേട്ടോ. പുളിവെള്ളം ഒഴിക്കണം. കൂടെ നല്ലോണം ഉരുളക്കിഴങ്ങ് വേവട്ടെ. നമുക്കിത് തുറന്ന് നോക്കാം. വാവ്, എന്താ തള! ഉള്ളിപ്പൂവും മക്കൾ അമ്മായി തള. ഇതിലേക്ക് ഞാൻ ഇടുന്നത് എന്താ അറിയോ? നല്ല ജീരകം, പെരുംജീരകം, ഉലുവപ്പൊടി ഒക്കെ. ഇത് 3 കൂടെ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിട്ട് കൊടുത്തു. പിന്നെ ഇടേണ്ടത് നമുക്കിതിൽ മസാലപ്പൊടിയാണ് കേട്ടോ. മുളക് മസാല വറുത്ത് പൊടിച്ചതാണിത്. ഒരു 3 സ്പൂണ്, കൂടുതൽ വേണ്ട, 3 സ്പൂണ് മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇതാ ഒരു 3 പച്ചമുളകും പുളിവെള്ളവുമാണ് കേട്ടോ. ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്നും കൂടെ ഇങ്ങനെ ഇളക്കുക. ഇളക്കി കിണ്ടി
വേറെ ഏതോ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇളക്കലിന് ഇങ്ങനെ കിണ്ടി കിണ്ടി എന്നല്ലേ പറയല്ലേ, ഏതോ ഒരു ഭാഗത്ത് ഞാൻ കേട്ടിരിക്കുന്നത്. ഉപ്പ് കുറച്ച് വേണം കേട്ടോ, ഉപ്പ് കുറവുണ്ട്. പിന്നെ ഇത് ഞാൻ എന്താ വെക്കാൻ പോകുന്നതെന്ന് അറിയില്ലാലോ. ഇതാ മീനാണ് കേട്ടോ. മീൻ ചെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചാണിത്. മീനില്ലേ, ഏട്ടതാണ്ട ഏട്ട, എല്ലാം വൃത്തിയാക്കി വെച്ചതാണ്. ഏട്ട അറിയാലോ, എല്ലാവർക്കും അറിയാം. ഞങ്ങളെ ഏട്ടാന്നാ പറയാം കേട്ടോ. ഇതൊക്കെ കണ്ടാക്കിയിട്ട് മുറിച്ചിങ്ങനെ ആക്കി കഴുകി വെച്ചതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് വാരിയിടാനായില്ലേ. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്നും കൂടെ നല്ല തിളപ്പിക്കണം. ഞാൻ ഓർമ്മയില്ലാണ്ട് വാരിയിടാൻ പോവുകയാണ്. നമ്മൾ ഉരുളക്കിഴങ്ങ് വെന്തോ നോക്കണമല്ലോ. ഉരുളക്കിഴങ്ങ് വേവാതെ നമ്മളിട്ടിട്ട് കാര്യമില്ല. ഉരുളക്കിഴങ്ങ് വെന്ത് തുടങ്ങിക്കണം കേട്ടോ. ഒന്നും കൂടെ ഒന്ന് തിളക്കാനേ ഉള്ളൂ. ഇതിൽ കുറച്ച് ഉപ്പ് ഇടണം നമുക്ക്. ഉപ്പ് കുറവാണ്. നല്ലോണം കുറച്ച് ഉപ്പ് വേണം. ഉപ്പ് നല്ല കുറവുണ്ട്. അങ്ങനെ ഉപ്പിട്ടൊന്ന് ഇളക്കി എന്നിട്ട് നമുക്ക് മൂടി വെക്കണം. നല്ലോണം ഒന്ന് തിളക്കട്ടെ കേട്ടോ. തിളച്ച് വേവട്ടെ കേട്ടാ. നല്ലോണം തിളച്ച് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇടുക. കുറച്ച് ഞാൻ കുറച്ച് തോന്നിടും കേട്ടോ. എന്നിട്ട് മല്ലിച്ചപ്പാണ് കേട്ടോ അത്. മല്ലിച്ചപ്പ് ഞാൻ ഒരു പിടി അരിഞ്ഞിട്ട് ഇതിലിട്ടതാണ്. ഇത് കൂടെ ഇതിലിടുക. നല്ലോണം ഒന്ന് തിളക്കട്ടെ. ഒന്ന് നല്ലോണം തിളച്ച് വേവട്ടെ കേട്ടോ. അങ്ങനെ അതൊക്കെ തിളച്ച് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിലിതാ നമ്മളൊരു ലേശം ഉരുളക്കിഴങ്ങും ഇച്ചിരി കറി മുക്കി വെക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ എൻ്റെ മോളൊരു കുട്ടി ഉണ്ടാവും, മീൻ കൂട്ടില്ല, തീരെ മീൻ കൂട്ടില്ല. അത് മീൻ കൂട്ടാത്ത സാധനം. അപ്പോൾ മീൻ കൂട്ടാത്തവർക്കുള്ള ഐഡിയ എങ്ങനെയും കഴിഞ്ഞ് ഉരുളക്കിഴങ്ങും മറ്റേ കറി ഇത്തിരി മുക്കി വെച്ചാൽ അത് മീൻ കൂട്ടാത്തവർക്കായി കേട്ടോ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ കൈ കൊണ്ടുവച്ചതാ ഈ മീൻ ഇതിലേക്ക് വാരിടുക. അതായത് ഉരുളക്കിഴങ്ങ് താളിച്ച് കറി വെച്ചതിലേക്ക് നമ്മൾ മീനിട്ട് കൊടുക്കുക. മീനിട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കത് ഓഫാക്കാം. ഒന്ന് തിരിഞ്ഞ് കഴിക്കണേ കേട്ടാ. ഇനി മീൻ കയ്യിലൊന്നും അതിലേക്ക് ഇടൂല കേട്ടോ. ഇനി മീൻ കയ്യിലൊന്നും ഇട്ടാൽ അവർക്ക് വേഗം മനസ്സിലാവും മീനിൻ്റെ ചോയ. ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് കറി വെച്ച് നോക്കി, നല്ല ടേസ്റ്റാണ് കറി. നല്ല കൊഴുപ്പും ഉണ്ടാവും. നല്ല കറി കുറുങ്ങനുള്ള കറിയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ കിടന്ന് വന്നിട്ട് വേവാണ്ട് കേട്ടോ. വേവട്ടെ. ഇനി ഓൻ്റെ കറി ഞാൻ ഇതിൻ്റെ അടപ്പ് തന്നെ ഇട്ടിട്ട് മൂടി എടുത്തേക്കാൻ പോവുകയാണ്. ഇതട്ടാ നമ്മൾ ഇത് തുറക്കാൻ പോവുകയാണ്. ഇത് വേറെ മൂടിയിട്ട് മൂടിയിടാം. മറ്റേ മൂടിയിൽ കറി തെറിക്കുക. അപ്പം വേറെ മൂടിയെടുത്ത് മൂടി. നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടാ. നല്ലോണം ഏട്ടൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. കയ്യിലേക്ക് തെറിക്കുന്നു മക്കളെ. ഇതിൽ ഈ ചട്ടിയിൽ വെക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ചെറിയ കയ്യിലിട്ട് ഇറക്കിക്കൂടാ, വലിയ കയ്യിലിട്ട് ഇറക്കണം. അല്ല ഞാൻ കയ്യിലേക്ക് തെറിക്കും. തെറിക്കുന്നു. അങ്ങനെ ഞാൻ ഇതിലേക്ക് രസം കൂടെ കരിവേപ്പിനെ ഇടാൻ പോവുകയാണ്. ഇത് കൂടെ കഴിഞ്ഞാൽ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടാ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്.